പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുകയാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് കിട്ടിയത്. രാജ്യത്തെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ രാഷ്ട്രത്തലവന്മാരുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തും. ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ബൽറാം, ഇരു രാജ്യങ്ങളുമായുള്ള സൗഹൃദം, വാണിജ്യ ബന്ധങ്ങൾ അതെല്ലാം ഊഷ്മളമാക്കുമെന്ന് ഇന്നലെ ഖാനയിൽ അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് പുരസ്കാരമായി സമ്മാനിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യുവാക്കൾക്ക്, ഇരു രാജ്യങ്ങളിലെയും യുവാക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകും, അവരുടെ വികസന പദ്ധതികൾക്ക് അവരിലാണ് പ്രതീക്ഷ എന്ന് നരേന്ദ്രമോദി അത് ഊന്നി പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ അവിടെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞു വെച്ചത്? വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്, സ്മിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം തൻ്റെ പട്ടികയിലുള്ള രണ്ടാമത്തെ രാജ്യം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് പിക്കയാർഡോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലഭിച്ചത്. പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസറിൻ്റെ നേതൃത്വത്തിൽ 38 മന്ത്രിമാരും 4 MP-മാരും അടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണം നൽകിയത്. ഒപ്പം തന്നെ ഇന്ത്യൻ സമൂഹവും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വലിയ വാദ്യഘോഷങ്ങളും നൃത്തങ്ങളും ഉൾപ്പെടെയുള്ള ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിക്ക് നൽകിയത്. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. പ്രധാനമായും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ ഊന്നി പറയുന്നത്. ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ജനസംഖ്യയുടെ 50% ഏതാണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യമുള്ളവരാണ്. ഇന്ത്യയിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുടിയേറിയ സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് കുടിയേറിയ ഈ പഴയ തലമുറ അവർ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവിടെ ഒരു ജീവിതം കെട്ടിപ്പൊക്കിയത് എന്നും എങ്കിൽ പോലും ഇന്ത്യൻ പാരമ്പര്യത്തെ അവർ കൈവിട്ടില്ല എന്നുമാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തെ പറഞ്ഞത്. അവരുടെ മണ്ണ് ഉപേക്ഷിച്ചെങ്കിലും കൂറ ഉപേക്ഷിച്ചില്ല. അവർ കുടിയേറ്റക്കാരല്ല, കാലാതീതമായ സംസ്കാരത്തെ സാമ്പത്തികമായും ആത്മീയമായും ആ രാജ്യത്തെ സഹായിക്കുകയും ചെയ്തവരാണ് എന്നും ഒപ്പം തന്നെ ബഹിരാകാശ മേഖലയിലുള്ള ഇന്ത്യയുടെ നേട്ടങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മുൻകാല ബന്ധം ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ബന്ധം ശക്തമാക്കുന്നതിന്, വരുംകാലത്ത് ആ ബന്ധം ശക്തമാക്കുന്നതിനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.